Hi friends, എല്ലാവർക്കും പക്ക കുക്കിംഗ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ വറക്കുന്ന ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അതും സീഡി മുള്ളൻ. എന്തുകൊണ്ട് മീൻ വറക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സീഡി മുള്ളൻ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മീനിലോട്ട് പുരട്ടാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി. പിന്നെ ഞാൻ ഈ ഒരളവിൽ കുരുമുളക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇത്രയധികം എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ ഈ അരയ്ക്കുമ്പോൾ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാരണം അപ്പോൾ മീനിലോട്ടൊക്കെ പുരട്ടാൻ ഒന്നും കൂടെ നമുക്ക് സുഖമായിരിക്കും. ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലിട്ട് ഈ ഒരളവിൽ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. മീനെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ വരയിലോട്ടും വായ്ഭാഗത്തും എല്ലാ ഭാഗത്തിലോട്ടും മസാല എത്തുന്നത് നമുക്ക് കൈ കൊണ്ട് പുരട്ടി കൊടുക്കാം. ഒരു ഇച്ചിരി ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഞാനിപ്പം ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ മീൻ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. ഈ മീൻ കാണുമ്പോൾ ചിലർക്കൊന്നും അറിയുണ്ടാവില്ല ഇത് കഴിക്കാത്തതുകൊണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയൊന്നും. അപ്പം ഇതിന് നല്ല മുള്ളുണ്ടാവും. പേര് തന്നെ വന്നിട്ട് സീഡി മുള്ളൻ എന്നല്ലേ. കണ്ടോ ഈ ഒരു ഷേപ്പ് അത് കണ്ടിട്ടാണ് സീഡി മുള്ളൻ എന്ന് പേര് വന്നിരിക്കുന്നത്. നല്ല മുള്ളുണ്ടാവും, അത് ശ്രദ്ധിക്കണം. നന്നാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കയ്യിലൊക്കെ മുള്ള് തട്ടുന്നത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ മീനിലോട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയി നമ്മൾ മസാല പുരട്ടിയ മീൻ അങ്ങനെ മാറ്റി വെച്ചിട്ട് അപ്പോൾ നമുക്കിനി എണ്ണയൊക്കെ ഒഴിച്ച് വറുത്തെടുക്കാം. ഞാൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോരോ മീനെ കൊള്ളത്തുള്ളൂ ഇതിലേ. കാരണം മീൻ നല്ല വലിപ്പം ഉണ്ടാവുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമല്ല, ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം, എണ്ണ അങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റായി നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം അതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കാം. മറക്കുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ മേൽ ചേർക്കുന്നത്. ഇപ്പോൾ ഈ മറുഭാഗം നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. അപ്പോൾ മറുഭാഗം വെന്തിരിക്കുന്നത് നമുക്കൊന്ന് ചട്ടുകം വെച്ചിട്ടൊന്ന് നോക്കാം. നമ്മുടെ മറുഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.